തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയുടെ ഇടയിൽ നെഞ്ചിൽ ഗൈഡ് വയറ് കുടുങ്ങിയ സംഭവം അറിയാലോ. അപ്പം ആ സംഭവത്തിൽ ഇരയായ സുമയ്യ കാട്ടാക്കട സ്വദേശി സമരത്തിനൊരുങ്ങുകയാണ്. തുടർ നടപടികളൊക്കെ മന്ദഗതിയിലായതിനെ തുടർന്നാണ് സുമയ്യയുടെ ഇപ്പോഴത്തെ തീരുമാനം. ഈ മാസം 3-ന് ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. പക്ഷേ ഇതിനുശേഷവും നടപടികളൊക്കെ ഇഴയുന്നു എന്നാണ് സുമയ്യയുടെ പരാതി. ഇക്കഴിഞ്ഞ മാർച്ച് 2-ന് എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടെ ഉപകരണം തിരികെ എടുക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. യോഗവും ചേർന്നു. ഇതോടെ 2.5 വർഷത്തിലേറെയായി ശരീരത്തിനകത്ത് കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്ന കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നായിരുന്നു സുമയ്യയുടെ പ്രതീക്ഷ. ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിലയക്കുന്നാ പറഞ്ഞത്. ഇതുവരേക്കും ഒരു അറിയിപ്പും ഇതുവരേക്കും വന്നിട്ടില്ല. ഇതിനുമായിട്ട് മുന്നോട്ട് പോയി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകും. സെപ്റ്റംബർ 3-ന് സുമയ്യയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യതകൾ തേടാമെന്നാണ് അന്ന് ബോർഡംഗങ്ങൾ അഭിപ്രായപ്പെട്ടത്. അന്തിമ തീരുമാനത്തിന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാരുടെ സേവനം കൂടി തേടാൻ തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. പക്ഷേ ഇന്നുവരെ തുടർ നടപടികളൊന്നും തന്നെ ആരോഗ്യ ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതോടെയാണ് സുമയ്യ സമരത്തിനൊരുങ്ങുന്നത്. 2023 മാർച്ചിൽ തൈറോയിഡുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്കിടെയാണ് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.